മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹോണ്ട ഡിയോ ആണ് വണ്ടി. ഡിയോൻ്റെ എൻജിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ അതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റണൊക്കെ പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ആയേറുന്ന വണ്ടിയാണ്. ഇതെൻ്റെ കണക്ടറോടൊക്കെ നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് മാറ്റി, അതായത് റേറ്റ് മാക്സിമം ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറഞ്ഞതും നമ്മൾ ആ രീതിയിലേക്കാണ് ചെയ്യണത്. അതായത് ക്രാങ്കും സിലിണ്ടറൊക്കെ റിപ്പയർ ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. ക്രാങ്കിൻ്റെ 2 സൈഡ് ബെയറിങ്ങും കണക്ടറോടൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അത് ചെയ്തേക്കുന്ന ഡേറ്റൊക്കെ ഇതിനകത്ത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 20/12/2024. അതേപോലെ തന്നെ പിസ്റ്റണും മാറ്റി സിലിണ്ടർ നമ്മൾ ബോർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് വന്നത് ഗോഡ്സിൻ്റെ പിസ്റ്റണാണ് ഉപയോഗിച്ചേക്കണേ. അതും ആ ഡേറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കുമ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതും സെറ്റ് ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ പോലും വാറണ്ടിയിലാണ് ചെയ്യണത്. നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്തേക്കണ ഈ വർക്കുകളുണ്ടല്ലോ, ഈ ബാങ്ക് എന്തെങ്കിലും ഡാമേജ് വന്നാലാണ് ആ വാറണ്ടി കിട്ടുക. അതായത് നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട സർവീസ് വാറണ്ടി നമുക്ക് ഉണ്ടാവില്ല. ഈ പാർട്സുകൾ ചെയ്തേക്കണ വർക്കിനാണ് അതിൻ്റെ വാറണ്ടി വരിക. അത് 1 വർഷം വാറണ്ടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും നമുക്കത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരും. സർവീസ് വാറണ്ടി അല്ല, ഈ പാർട്സ് വാറണ്ടിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതും ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ചും അതേപോലെ തന്നെ ഫിൽട്ടർ ക്ലീനിങ്ങും ബാക്കിയത്തെ സർവീസും അതൊക്കെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. ഇത് മാത്രമാണ് വാറണ്ടിയുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാത്രമാണ് അതിൻ്റെ വേരിയേഷൻ വരാം. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം ലോ കോസ്റ്റിലേക്ക് നമ്മൾ ചുരുക്കണുണ്ട്. അതായത് ചിലവ് ചുരുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രാങ്ക് സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ വാറണ്ടിയാണ് വരാം. 1 വർഷം ഫുൾ വാറണ്ടിയാണ്. പാർട്സ് വിത്ത് ലേബർ വിത്ത് സർവീസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡാണ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എൻജിൻ സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് വന്നാൽ ആ ചെയ്യുന്ന വർക്കുകളുടെ ലേബർ ചാർജ് അടക്കം അതിനകത്ത് ഇൻക്ലൂഡായിട്ട് പോകും. അപ്പോൾ ഈ ചെയ്യുന്ന വർക്കിന് നമുക്ക് അങ്ങനത്തെ സർവീസ് വാറണ്ടി വരില്ല, പാർട്സ് വാറണ്ടി മാത്രമാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് മാക്സിമം ഇന്ന് വൈകിട്ടത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യണേ. അപ്പോൾ വർക്ക് സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് ജസ്റ്റ് അതിൻ്റെ ചെയ്യുന്ന രീതി ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ.